സായ അഭ്യങ്കറുടെ 6th ഇൻഡി സോങ് ആയ രതിമ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നോക്കാം വാ. സായ് സായ് അറബിയ ഹിന്ദി സൂപ്പ് സോങ് എന്ന് പറഞ്ഞിട്ട് ട്രിപ്പി മൂഡ്. രതിമ 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 സി സൂപ്പ് സോങ് ബ്രേക്കപ്പ് സോങ് എന്നാണ് പറഞ്ഞത്. ഇത് വൈബായിട്ടിരിക്കുന്നത്. ബ്രേക്കപ്പ് സോങ്ങിൽ ഫീലിംഗ് അല്ലേ വരണം. ഇനിയിപ്പം പുതിയ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ട്രൈ ചെയ്താണെന്ന് അറിഞ്ഞുകൂടാ. ലിറിക്സ് ഒക്കെ വിവേകാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ഫീമെയിൽ വോക്കൽസ് വരുന്നത് നാർജിസും ആഷ്മയും കൂടെയാണ്. ആൻഡ് ആസ് യൂഷ്വൽ ഒരു സായിയുടെ പാട്ട് പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഇതിൽ ഫീലിംഗ് ആയിട്ടുള്ള സാധനമാണ് ഉദ്ദേശിച്ചത്. ബ്രേക്കപ്പ് സോങ്ങാണല്ലോ. നോക്കാം നമുക്ക്. എനിക്ക് വൈബടാ. ചിത്രപുത്രി പവിഴമില്ല. വൈബടാ. ആ ഒരു ഹിന്ദി കേട്ടത് കൊള്ളാം കേട്ടാ. സൂപ്പ് സോങ് അല്ല, വൈബ് സോങ്ങടാ. ചിത്തിരപുത്രി പവിഴമില്ല ഒരു മിക്സ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓ രതിമ 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 രതിമ. ഞാൻ പറഞ്ഞില്ലേ ചിത്തിരപുത്രി പവിഴമില്ല. ആ ഒരു ഞാൻ ഇതിലിപ്പം ഓണസ്റ്റ് ആയിട്ടാണ് അതിന്റെ പാട്ടിന്റെ ആ ഒരു മ്യൂസിക്, അതിന്റെ ആ ഒരു ബീറ്റ് എല്ലാം ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ആ ഒരു ട്യൂണിലും പോകുന്നുണ്ട്. ചിത്തിരപുത്രിയുടെ ആ പാട്ട് പാടുന്ന രീതിയിൽ ആൻഡ് ആ മ്യൂസിക്, ആ ഒരു ബീറ്റ് വരില്ലേ, തങ്കമാന പയ്യനാണ്, അങ്ങനെ ഒരു ആ ബീറ്റ് വരുന്നില്ലേ, അതൊക്കെ ആ ചിത്തിരപുത്രി ആൻഡ് പവിഴമല്ലിയുടെ ആ ഒരു മ്യൂസിക്. ഞാനത് നേരത്തെ ഇറങ്ങിയ അൺപ്ലഗ്ഡിലെ പറഞ്ഞിട്ടുണ്ട്. പവിഴമല്ലിയുടെ ഒരു ചെറിയൊരു മ്യൂസിക് സ്ട്രിപ്പ് ഇതിൽ ഈ പാട്ടിലും ഉണ്ടെന്ന്. ഇതൊരു ബ്രേക്കപ്പ് സോങ് എന്നാണ് പറഞ്ഞത്. ബട്ട് അത് പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പെപ്പി ബ്രേക്കപ്പ് സോങ് ആണ്. ബ്രേക്കപ്പ് സോങ്ങും ആണ്, അറ്റ് ദ സെയിം പെപ്പിയും ആണ്. അപ്പൊ കുറച്ച് എന്റർടൈനിങ് എലമെന്റ്സ് ആ ഒരു ലിറിക്സിലേക്ക് വരുന്നുമുണ്ട്. എന്റർടൈനിങ് മീൻസ് ആ ഒരു ബീറ്റ് എന്റർടൈനിങ് ആണ്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ആ ഒരു നല്ലൊരു പാട്ട് തന്നെയാണ്. ഓ ഈ ഒരു മ്യൂസിക് പോലെ കട്ടിക്കിട്ടാ. ലിറിക്സ് പാടിയിരിക്കുന്നു കേട്ടാ. തങ്കമാന പയ്യെ.
മാനപ്പയ്യെ അത് കിട്ടില്ല കേട്ടാ. Mas Calendar Redima പയ്യെ തങ്കമാന തങ്കമാന പയ്യെ രതിമ സായഭയങ്കറിന്റെ രതിമയുടെ ഓഡിയോ വേർഷൻ ആണ് ഇവർ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ളത്. എനിക്കൊരു വീഡിയോ വേർഷൻ ഒരു 6 മണി 7 മണി ടൈമിൽ റിലീസ് ആവും തന്നെയാണ് വിശ്വസിക്കുന്നത്. പാട്ട് നന്നായിട്ടുണ്ട്. ഇതൊരു പെപ്പി ബ്രേക്കപ്പ് സോങ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു സെന്റിമെന്റൽ ആ ഒരു ഇമോഷണൽ ലിറിക്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം പെപ്പി ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബീറ്റ് ഒരു ആ ഒരു ഒരു കോമിക് സെൻസും വരുന്നുണ്ട്. തങ്കമാന പയ്യൻ ഞാൻ എന്നടി ഉനക്ക് എന്നെ വിട്ട് നല്ല രീതിയിൽ ഞാൻ നിന്നെ നോക്കൂല, പിന്നെ നീ എന്തിനു എന്നെ വിട്ട് പോകുന്ന ആ ഒരു ലിറിക്സ് ഒക്കെ ഉണ്ട് ഇതില്. ഇത് കേട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള എന്തൊക്കെയാണ് പറയുന്നതൊക്കെ മനസ്സിലാവും. ബട്ട് ഇതിൽ ഏറ്റവും ഇതിലുള്ള മറ്റേ രക്ക പോലെ എൻ്റെ അടുത്തുള്ള രക്തബന്ധം പോലെ ഉള്ള ആ ഒരു ലിറിക്സ് ആണ് ഏറ്റവും അറ്റാച്ച്ഡും ഇതും. ബട്ട് തീർച്ചയായിട്ടും നല്ലാറ് പോയ ഒരിക്കലും ഇത് തോൽപ്പിക്കില്ല. നല്ലാറ് പോയി ദ ബെസ്റ്റ് തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. ആൻഡ് സായ ഭയങ്കർ ഇൻസ്റ്റന്റ് ബാങ്കർ തന്നെയാണ് തന്നിരിക്കുന്നത്. ആൻഡ് ആ ക്ലൈമാക്സിലുള്ള സാധനം തീർച്ചയായിട്ടും റീലിലും ഷോർട്സിലൊക്കെ ട്രെൻഡിങ് ആണ്. തങ്കമാന പയ്യന ഉനക്ക് എന്നടി എന്നെ വിട്ടു പോരാ ആ ഒരു ലിറിക്സ് ഒക്കെ എന്തായാലും വർക്കൗട്ട് ആവും. ആൻഡ് ആ ഒരു ഹിന്ദി മസ്കലന്തർ അതുപോലെ ആ ഒരു ആലി ആ ഒരു ഹിന്ദി പോർഷൻ ഒക്കെ ഇട്ട് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ടോട്ടലി ഈ പാട്ടിൽ കുറെ ലിറിക്സ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 4 മിനിറ്റോളം ഉണ്ട് പാട്ട്. ആൻഡ് വിവേക് ലിറിക്സും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് വീഡിയോ സോങ് 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് വരും. അപ്പൊ വീഡിയോ സോങ് ഞാൻ റിയാക്ട് ആകുമ്പോൾ മറക്കാതെ തന്നെ വീഡിയോ സോങ് കണ്ട് സപ്പോർട്ട് ചെയ്തേക്ക്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു, സ്റ്റേ സേഫ്.